ശക്തമായ ത്രികോണ മത്സരം നടന്ന ഗുരുവായൂർ നിയോജക മണ്ഡലത്തിൽ കഴിഞ്ഞ തവണത്തേക്കാൾ ഉയർന്ന പോളിംഗ് രേഖപ്പെടുത്തി. വോട്ടെടുപ്പ് പൂർത്തിയായപ്പോൾ മണ്ഡലത്തിൽ 70.35% പോളിംഗാണ് രേഖപ്പെടുത്തിയത്. 2021 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇത് 68.46%. കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് 1.89% വർധനവാണ് ഇത്തവണ ഉണ്ടായിരിക്കുന്നത്. പോളിംഗ് ശതമാനത്തിലുണ്ടായ ഈ വർധനവ് LDF, UDF, NDA മുന്നണികളിൽ ഒരുപോലെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ആകെ 2,18,704 വോട്ടർമാരാണ് മണ്ഡലത്തിലുള്ളത്. ഇതിൽ പകുതിയിലേറെയും സ്ത്രീ വോട്ടർമാരാണ്. ഇവരുടെ പങ്കാളിത്തം പോളിംഗ് ശതമാനം ഉയരുന്നതിൽ നിർണായകമായി. ഗുരുവായൂർ, ചാവക്കാട് നഗരസഭകളും പുന്നയൂർക്കുളം, പുന്നയൂർ, വടക്കേക്കാട്, കടപ്പുറം, ഒരുമനയൂർ, ഏങ്ങണ്ടിയൂർ എന്നീ പഞ്ചായത്തുകളും ഉൾപ്പെടുന്ന മണ്ഡലത്തിൽ എല്ലാ മേഖലകളിലും മികച്ച പോളിംഗാണ് അനുഭവപ്പെട്ടത്. മണ്ഡലത്തിലാകെ സജ്ജീകരിച്ചിരുന്ന 232 ബൂത്തുകളിലും സമാധാനപരമായ രീതിയിലാണ് വോട്ടെടുപ്പ് നടന്നത്. രാവിലെ 5:30 മോക്ക് പോൾ നടപടികൾ പൂർത്തിയാക്കി 7 മണിക്ക് തന്നെ വോട്ടിംഗ് ആരംഭിച്ചു. രാവിലെ മുതൽ തന്നെ മിക്ക ബൂത്തുകളിലും വോട്ടർമാരുടെ നീണ്ട നിര ദൃശ്യമായിരുന്നു. ഭൂരിഭാഗം ബൂത്തുകളിലും നിശ്ചയിച്ച സമയമായ 6 മണിക്ക് തന്നെ പോളിംഗ് അവസാനിച്ചു. എന്നാൽ വോട്ടർമാരുടെ തിരക്കനുഭവപ്പെട്ട ചിലയിടങ്ങളിൽ മാത്രം വോട്ടെടുപ്പ് അല്പം വൈകിയാണ് പൂർത്തിയായത്. പോളിംഗ് ശതമാനം വർദ്ധിച്ചത് തങ്ങൾക്ക് അനുകൂലമാകുമെന്ന കണക്കുകൂട്ടലിലാണ് മുന്നണികൾ. ഭരണ തുടർച്ചയും വികസന പ്രവർത്തനങ്ങളും വോട്ടായി മാറിയെന്ന് ഇടതുമുന്നണി വിശ്വസിക്കുന്നു. ഭരണവിരുദ്ധ വികാരവും ഉയർന്ന പോളിംഗും തങ്ങളെ തുണയ്ക്കുമെന്ന പ്രതീക്ഷയിലാണ് ഐക്യജനാധിപത്യ മുന്നണി. ശക്തമായ ത്രികോണ മത്സരം നടന്ന മണ്ഡലത്തിൽ വോട്ട് വിഹിതത്തിൽ വലിയ വർധനവുണ്ടാകുമെന്ന് BJPയും അവകാശപ്പെടുന്നു. ഇനിയുള്ള ദിവസങ്ങൾ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലെ പെട്ടികളിൽ ജനവിധി ഭദ്രമാണ്. മെയ് 4 വോട്ടെണ്ണുമ്പോൾ അറിയാം ഗുരുവായൂരിൻ്റെ മനസ്സ് ആർക്കൊപ്പമാണെന്ന്.